നമ്മൾ സാധാരണ മിക്കവാറും യൂട്യൂബ് വീഡിയോകൾ പറയുക കൂൺ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഈ ചെയ്ത കൂൺ കൃഷി വിളവിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് പലപ്പോഴും വീഡിയോകൾ കാണാറില്ല. അപ്പോൾ ഇവിടെ അത്തരത്തിൽ ഒരു ശ്രമമാണ് നടത്തുക. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ബെഡുകൾ, കൂൺ ബെഡുകൾ കഴിഞ്ഞ ഈ ഫെബ്രുവരി 28 നിർമ്മിച്ച ബെഡുകളാണ്. എന്ന് വെച്ചാൽ ഇന്ന് അത് ചെയ്തിട്ട് 6 ദിവസമായി. അപ്പോൾ ഈ ബെഡുകളുടെ വളർച്ച എങ്ങനെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് ഈ കാര്യം പറയുന്നത്. ഇത് 6 ദിവസം വളർച്ച എത്തിയ പഴയ അറക്കപ്പൊടിയാണിത്. ഇത് നിലവിലുണ്ടായിരുന്ന അറക്കപ്പൊടി ബാച്ചിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. ആവിയിൽ പുഴുങ്ങിയെടുത്ത, ആവി കയറ്റിയെടുത്ത അറക്കപ്പൊടിയുടെ ബെഡാണ് ഈ ബെഡുകൾ. അപ്പം ഞാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും പഴയ 4 മാസം 4.5 മാസം പ്രായമായ അറക്കപ്പൊടിയാണ്. അതിൻ്റെ ഒരു ബാച്ചാണ് ഈ കാണുന്നത്. 6 ദിവസമായപ്പോഴത്തേക്കും ബെഡുകളുടെ വളർച്ചയാണ്. ഈ ലൈനിൽ കാണുന്നത് മുഴുവൻ ഒരേ പ്രായത്തിലുള്ള ബെഡുകളാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 6 ദിവസം കൊണ്ട് ഇത്രയെങ്കിലും വളർച്ച കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു വിജയകരമായ പ്രോസസ്സാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഈ കാണുന്ന ബെഡുകൾ പുതിയ അറക്കപ്പൊടിയാണ്. സ്റ്റോക്ക് അറക്കപ്പൊടി തീർന്നതിന് ശേഷം പുതിയ അറക്കപ്പൊടി വന്ന് ആദ്യമായിട്ട് ചെയ്ത സെക്ഷൻ ബെഡാണ്. ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 3-ാം തീയതിയാണ് ഈ ബെഡുകൾ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ സത്യത്തിൽ 2 ദിവസമേ ആയുള്ളൂ ഈ ബെഡുകൾ ചെയ്തിട്ട്. അതിൻ്റെ വളർച്ച കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റേ 6 ദിവസമായ ബെഡുകളുടെ വളർച്ചയേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ വളർച്ച ഇന്ന് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ അറക്കപ്പൊടി പഴകും തോറും അതിൻ്റെ വളർച്ചയുടെ വേഗത കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വെച്ചത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അറക്കപ്പൊടിയെ സംബന്ധിച്ച് ഏറ്റവും പുതിയ അറക്കപ്പൊടിയിലാണ് കൂൺ കൃഷി നന്നായിട്ട് വിജയിക്കുകയും നന്നായിട്ട് വിളവെടുക്കുകയും ചെയ്യുന്നത്. നമ്മൾ അറക്കപ്പൊടി 6 മാസം വരെ സൂക്ഷിക്കാം എന്ന് പറയുമ്പോൾ അതിൻ്റെ 100% വിളവ് അതിൽ നിന്ന് കിട്ടുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് മറ്റ് ബുദ്ധിമുട്ടുകളുള്ള ആൾക്ക് റബ്ബർ അറക്കപ്പൊടിയുടെ ലഭ്യത സമീപ പ്രദേശങ്ങളിൽ കിട്ടാനില്ലാത്തവർക്ക് അത് ശേഖരിച്ച് കൂൺ കൃഷി ചെയ്യാമെന്നാണ്. അത് മറ്റ് പുതിയ അറക്കപ്പൊടി പോലെ 100% വിജയമല്ല, എന്നാൽ മറ്റ് ഏത് മാധ്യമത്തെക്കാൾ കൂടുതൽ വിളവ് കിട്ടുകയും ചെയ്യും. ഇത് ഈ ഒരു സെക്ഷൻ 3-ാം തീയതി ചെയ്തതാണ്. പക്ഷെ ഇതിനൊരു വ്യത്യാസമുണ്ട്. അതുമായിട്ട് ആ 3-ാം തീയതി ഈ 3-ാം തീയതിയും തമ്മിൽ ചെറിയ മാറ്റം കാണാം. മാറ്റം വ്യത്യസ്തമായിട്ടൊന്നുമില്ല. ഇത് കെമിക്കലിൽ ചെയ്തതാണ്. ഈ കാണുന്ന ബെഡുകൾ കെമിക്കലാണ് ചെയ്തിരിക്കുന്നത്. ബാവിസിനും ബ്ലീച്ചിങ് പൗഡറും മാത്രം ഉപയോഗിച്ച് 1 ദിവസം വെള്ളത്തിലിട്ട് ആറിച്ചെടുക്കുന്ന അറക്കപ്പൊടിയുടെ 2 ദിവസത്തെ വളർച്ചയാണ് ഈ കാണുന്നത്. 2 ദിവസം. 3-ാം തീയതി ചെയ്തതാണ്. ഇതിപ്പോൾ 6-ാം തീയതി ആയുള്ളൂ. വാസ്തവത്തിൽ അതിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ ആ 2 ദിവസമേ നമ്മൾ കണക്കിലെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ 2 ദിവസം കൊണ്ട് തന്നെ ബെഡിനെ ഒരു കവറിങ് ആയി അത് വന്നു കഴിയും. ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും കൂൺ കൃഷി ചെയ്യുന്ന തുടക്കക്കാര്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീഡിയോ ചെയ്യുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. കൂൺ കൃഷിയിൽ ആദ്യമായിട്ട് കൈവയ്ക്കുന്ന അല്ലെങ്കിൽ വളരെ കുറച്ചു കാലം ചെയ്ത ആളുകൾ അവരുടെ പരാജയത്തിലേക്ക് അടുക്കുമ്പോൾ അവരെങ്ങനെയെങ്കിലും കൈപിടിച്ച് ഉയർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഇത്തരം ആളുകൾ ബെഡ് ചെയ്ത് 10-15 ദിവസമൊക്കെ കഴിഞ്ഞ് ഭാഗികമായി അവിടെ ഇവിടെയൊക്കെ വളർന്ന ബെഡുകൾ കാണിച്ചുകൊണ്ട് ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ബെഡ് ചെയ്ത് 3 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ വളർച്ച എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് ഒരു കൂൺ കർഷകനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനമായ അറിവ്. 20-ാം തീയതി ചെയ്ത ഫെബ്രുവരി 20-ന് ചെയ്ത ബെഡുകളാണ് ഈ കാണുന്നത്. ഫെബ്രുവരി 20-ന് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഈ ഷെഡ്, ഈ ഫാം ഒന്ന് റീഫ്രഷ് ചെയ്ത് പുതിയ ബെഡുകൾ ഇങ്ങോട്ട് കടത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടുള്ള ബെഡുകൾ മുഴുവൻ തന്നെ ഏകദേശം ഡാർക്ക് റൂമിൽ സ്റ്റോക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ദിവസം എത്തുന്നതനുസരിച്ച് ഞങ്ങൾ 15-16 ദിവസം ആവുമ്പോഴാണ് ഡാർക്ക് റൂമിൽ നിന്ന് ഇങ്ങനെ ഈ ഉൽപാദക മുറിയിലേക്ക് ഫാമിലേക്ക് ബെഡുകൾ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന ബെഡുകളാണിത് എന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒന്ന് പറയുകയാണ്. ഇത് 20-ാം തീയതി ചെയ്ത ബെഡുകളാണ്. ഫ്ലോറിഡയുടെ ബെഡുകളാണ്. അത് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20-ന് ചെയ്തിരിക്കുന്നു. FL ഫ്ലോറിഡയാണ്. ഇതിന്റെ വളർച്ച എന്ന് വെച്ചാൽ 8, 6, 14 ദിവസമായി. ഇത് 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറ്റിയാൽ മതി. പക്ഷെ ജോലികൾ ക്രമമായിട്ട് പോകാൻ വേണ്ടി ഇന്നും ബെഡുകൾ പുതിയത് ഇങ്ങോട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി കുടിശ്ശിയാകാതിരിക്കാൻ വേണ്ടി ക്രമമായിട്ട് ചെയ്യുകയാണ്.
ഈ ഒരു ലെയറിലുള്ള 60 ബെഡുകൾ 66 ബെഡുകളായിരിക്കും ഒരു ലെയറിൽ ഉണ്ടാകുക. അത് ഇന്നലെ ഇങ്ങോട്ട് വന്നതാണ്. ഇന്നലെ വൈകുന്നേരം 13 ദിവസമായപ്പോഴത്തേക്കും ഇങ്ങോട്ട് കയറി വന്നതാണ്. അപ്പോൾ ഇതിന്റെ വളർച്ച നമുക്ക് കണ്ടാൽ മനസ്സിലാവും. 14 ദിവസമായപ്പോഴത്തേക്കും 3 ദിവസം കഴിഞ്ഞാൽ ഇത് കീറി വിടാം. 20ാമത്തെ ദിവസം 19, 20 ദിവസമാകുമ്പോഴേക്കും ഈ പറഞ്ഞ ഫ്ലോറിഡയുടെ പുതിയ ബെഡുകളിൽ കൂണുണ്ടായി തുടങ്ങും. ഇതാ ഈ ബെഡുകൾ ശ്രദ്ധിക്കുക. ഇവിടെ കൂണുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ബെഡ് ഒരു പുതിയ ഇനമാണ്. ഓയിസ്റ്ററിന്റെ ഒരു പുതിയ ഇനമാണ്. OST എന്നാണ് ഇതിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇവിടെയല്ല, മറ്റൊരു ഷെഡില് ഈ OST ചെയ്തിട്ടുണ്ട്. 2 മാസം കൊണ്ട് മുമ്പ് ചെയ്ത ബെഡുകൾ കൂണായിട്ടുണ്ട്. ഇത് നല്ല വിളവ് കിട്ടുന്ന ഒന്നാണ്. പക്ഷെ ഒരല്പം ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്ത് വേണം കൃഷി ചെയ്യാൻ എന്ന് മാത്രം. വലിയ കുലകളുണ്ടാവും. നല്ല തൂക്കമുള്ള 300 ഗ്രാമിൽ കൂടുതൽ തൂക്കമുള്ള കുലകളുണ്ടാവും. അപ്പോൾ ഇത് 10ാം തീയതി ചെയ്തിരിക്കുന്നതാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങി വെച്ചത്. ഫെബ്രുവരി 10 ചെയ്തതാണ്. 18ഉം 6 24 ദിവസമായി ഇന്ന് കൂണ് വിരിഞ്ഞിട്ടുണ്ട്. ഈ OST 20 ദിവസത്തോടു കൂടിയാണ്, 22 ദിവസം കൊണ്ട് ആണ് വിളവിലേക്ക് എത്തുക. അപ്പോൾ ഇതിന്റെ വളർച്ച അത് മനസ്സിലാക്കുന്നവർക്ക് സാധിക്കും. കൂൺ ബെഡുകളെ സംബന്ധിച്ച് അത് വിളവാകുമ്പോൾ പ്യൂർ വൈറ്റ് ആകും എന്നൊരു തെറ്റായ ധാരണ നമുക്കുണ്ട്, നമ്മുടെ ആളുകൾക്കുണ്ട്. എന്നാൽ ഈ അറക്കപ്പൊടി ബെഡുകൾ മിക്കവാറും പ്യൂർ വൈറ്റ് ആയിരിക്കില്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ ലഗോൺ കോഴിയുടെ മുട്ട, വരവ് മുട്ട പുഴുങ്ങിയാൽ അതിന്റെ ഉണ്ണിക്ക് ഉണ്ടാകാവുന്ന കളറായിരിക്കും ബെഡിന് എന്നാണ് പറയുക. അപ്പൊ അതാണ് ഒരു താരതമ്യ പഠനം നടത്തുക. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും. വിത്തിട്ട ലെയറുകൾ നല്ല വെളുത്തു നിൽക്കുകയും മറ്റു ഭാഗങ്ങൾ ഈ പറഞ്ഞ അടയാളമാണ് അല്ലെങ്കിൽ ലക്ഷണമാണ് കാണിക്കുക. അപ്പോഴത് കൃത്യമായ വളർച്ചയാണ് സൂചിപ്പിക്കുക. ഇത് ഒരിക്കലും പ്യൂർ വൈറ്റിലേക്ക് പോവില്ല. ഇതാ കൂൺ ബെഡുകളെ എങ്ങനെ നോക്കിയാലും ഇടയ്ക്കൊക്കെ ഒരു കൂണുകള് ചില നേരത്തെ ഉണ്ടാവാം. ഇതിപ്പം ഇന്നലെ വിരിഞ്ഞു കഴിഞ്ഞതാണ്. OST ആണ്. 19ാം തീയതി 10ാം തീയതി ചെയ്ത ബെഡ്. 10ാം തീയതി ചെയ്ത ബെഡിൽ അത് കറക്റ്റ് ആ ദിവസമാണ്. 22ാമത്തെ ദിവസം കൂണായിരിക്കുന്നു. അപ്പോൾ ഇത് നാളെ വിളവെടുക്കാവുന്ന കൂണാണ്. നാളെ ആകുമ്പോഴത്തേക്കും അത് വിളവെടുക്കാൻ പാകത്തിനെത്തും. അത് 10ാം തീയതി വന്നിരിക്കുന്നതാണ്. 23 ദിവസമായപ്പോഴത്തേക്കും വിളവെടുക്കാൻ സാധിക്കുന്നു. OSTക്ക് സാധാരണ അവർ പറയുക 22ാമത്തെ ദിവസമാണ്. പുതിയ വിത്താണ്, നല്ല ക്വാളിറ്റിയുള്ള വിത്താണ്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വിത്താണ്. കേരളത്തിലെ ഈ കൾച്ചർ ഇതുവരെ കണ്ടില്ല. നമ്മൾ ഏത് വിത്ത് കൃഷി ചെയ്യണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കൂൺ വിത്തുണ്ടോ എന്ന് ചോദിച്ച് കൂൺ വിത്തുണ്ടെന്ന് പറഞ്ഞ് അവർ തരുന്ന എന്തും കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്ന രീതി നമ്മൾ ചെയ്യരുത്. നമ്മൾ ഈ കാലാവസ്ഥയ്ക്ക്, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് ഉതകുന്ന വിത്ത് ഏതാണെന്ന് അന്വേഷിച്ചറിഞ്ഞ് ആ വിത്ത് വേണം കൃഷി ചെയ്യാൻ. സാധാരണഗതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ പോലും ഓരോരോ കാലത്തിനനുസരിച്ച് വിവിധ ഇനങ്ങളുടെ വിത്തുകൾ മാറി മാറി വരാറുണ്ട്. കൂണിനും അതുപോലെ ഉണ്ട് എന്നുള്ള വാസ്തവം മനസ്സിലാക്കി നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ സമയത്ത് ഈ ദിവസങ്ങളിൽ അഥവാ ഈ മാസം പറ്റുന്ന കൂണായിരിക്കണം കൃഷി ചെയ്യേണ്ടത്. ഓഗസ്റ്റിൽ ചെയ്യുന്ന വിത്ത് മാർച്ച് മാസത്തിൽ ചെയ്യാമെന്ന് കരുതരുത് എന്നാണ് പറഞ്ഞു വെച്ചത്. ഇത് പനാൻപാട് പോലെയുള്ള സിസ്റ്റംസ് ഒന്നും ഇല്ലാത്ത ഒരു ഷെഡാണ്. പുതിയ ഷെഡ് ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റൊരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷെഡാണ്. അപ്പം തൽക്കാലത്തേക്ക് അതിനകത്ത് ഓയിസ്റ്റർ മഷ്റൂം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ചൂട് നിയന്ത്രിക്കാൻ വേണ്ടി വെള്ളത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ നനച്ചപ്പോൾ വെള്ളം ഓവറായാൽ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. ജലം ഓവറായാൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെയും ചിലപ്പോഴൊക്കെ ഈ താഴത്ത് നോക്കുക, ഇതുപോലെ മഞ്ഞ കളറിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ വരുന്ന ബെഡുകളിൽ ചെറു ജീവികളുടെ ആക്രമണം വളരെ പെട്ടെന്നാവാം. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം ബെഡുകളിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ വെക്കുകയും വേണ്ടി വന്നാൽ അനുവദനീയമായ രീതിയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള കീടനാശിനി ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ വിളവില്ലാത്ത സമയത്ത്. അത് ഈ നനവിനെ ക്രമീകരിക്കാനല്ല, നനവിനെ നിയന്ത്രിക്കാനല്ല, മറിച്ച് നനവുണ്ടാകുമ്പോഴുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. വൈക്കോലിലെ ഓയിസ്റ്റർ മഷ്റൂമിന്റെ കൃഷി കാണിക്കാൻ വേണ്ടി മുൻപ് ഒരു ബെഡ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിരുന്നു. ആ ബെഡിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. അന്ന് വെറും 5 ബെഡുകളാണ് ചെയ്തത്. കാരണം ഇവിടെ വൈക്കോലിൽ കൂൺ കൃഷി ചെയ്യാറില്ല. വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അന്നത് ചെയ്തത്. ആ ബെഡുകൾ ഇപ്പോൾ ഇതിനകത്ത് ഇത് 17ാം തീയതിയാണ് ഈ ബെഡ് ചെയ്തത്. ഫെബ്രുവരി 17, 11, 17 ദിവസമായ ബെഡുകളാണ്. കയറി വിട്ടാൽ നാളെ അത് കൂണാവുന്ന വിധത്തിലാണ് ഇതുള്ളത്.
അപ്പോൾ ഇതാണ് വൈക്കോൽ കൂണിന്റെ, യാതൊരു കേടുമില്ല, മറ്റൊരു പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല വളർച്ചയുണ്ട്. ഈ ബെഡില് പച്ച ഫംഗസ് വന്നതാണ്, അതായത് ട്രൈക്കോഡർമ ബാധിച്ചതാണ് ഇതിന്റെ ഇത്രയും ഭാഗം. അപ്പോൾ നമ്മൾ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം സംരക്ഷിക്കുന്നതാണ്. സാധാരണ അത്തരം ബെഡുകൾ വന്നാൽ എടുത്ത് ഒഴിവാക്കുക, നമ്മുടെ ശല്യം കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ചിലപ്പോഴൊക്കെ വളരെ ചെറിയ മൈന്യൂട്ടായ രീതിയിലാണെങ്കിൽ ഇതൊക്കെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഇതിന്റെ മുകൾ വശത്ത് മുഴുവൻ ട്രൈക്കോഡർമ ബാധിച്ചതാണ്. അപ്പോൾ ഒരു ചെറിയ മരുന്ന് ചെയ്തതാണ്, അപ്പോൾ അത് മാറി വരുന്നതാണ്. ക്രമേണ ഈ കറുപ്പെല്ലാം പോയി അവിടെ വെള്ളയായിട്ട് വരും. ഇവിടെ വേറൊരു ബെഡ് കാണാം. ഇതാ 3 മാസം 2.5 മാസം പ്രായമായ ഒരു ബെഡാണിത്. ഇതിന് ഈ പറഞ്ഞ ട്രൈക്കോഡർമ ബാധിച്ചതാണ്. ഈ മുകൾ വശത്ത് ട്രൈക്കോഡർമ ബാധിച്ച ഭാഗമാണ്. ഇവിടെ നമ്മൾ മറ്റൊന്നും ചെയ്യുന്നില്ല. പേസ്റ്റ് രൂപത്തിൽ ബാവിസിൻ ഉണ്ടാക്കി പെരട്ടിയാൽ മതി. അവിടെ അത് പുറത്ത്, പ്ലാസ്റ്റിക്കിന്റെ പുറത്ത് വെറുതെ അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ പിൻ ഉപയോഗിച്ച് ഒരു 4-5 ദ്വാരവും കൂടി അവിടെ ഇടണം. ഈ ട്രൈക്കോഡർമ വളർച്ച എവിടെ നിൽക്കും, അവിടെ ആ ഭാഗത്ത് ചില ഡെഡ് ആവും, അത് കറുത്തു പോകും. ക്രമേണ അടിയിൽ നിന്ന് മൈസീലിയം വളർന്ന് ആ ഭാഗം കവർ ചെയ്യും. അങ്ങനെ കവർ ചെയ്ത് വരുന്നതാണ് ഈ കാണുന്നത്. ഇത് ജനുവരി 21 ചെയ്ത ഒരു ബെഡാണ്. ഇത് HCO ആണ്, കർണാടകയിൽ നിന്നുള്ള അനന്തപ്രഭ ലാബിന്റെ വിത്താണിത്. ഇത് വർഷകാലത്ത് ഇവിടെ വലിയ വിളവ് തന്ന ഒരു വിത്താണ്. വേനൽക്കാലത്തേക്ക് ഇത് ചെയ്യാനായിട്ട് മടിയായിരുന്നു. എന്നാൽ പോലും അല്പം വിത്ത് ഇതിന്റെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ഭാഗത്ത് അത് ചെയ്തതാണ്. ഒട്ടും മോശമല്ലാത്ത വിളവാണ് കിട്ടുന്നത്. അത് ആ ഇനത്തിന്റെ തന്നെ വൈറ്റ് ഇനങ്ങളാണ് ഇത്തവണ വന്നിട്ടുള്ളത്. ഓയിസ്റ്റർ ഗ്രേ എന്ന് പറയുന്ന HCOന്റെ വൈറ്റ് ഇനം നല്ല വിളവുണ്ട്. അപ്പോൾ അത് ആവശ്യക്കാർക്ക് അത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ബാംഗ്ലൂരിൽ നിന്നുള്ള വിത്താണ്. അപ്പോൾ അവിടുന്ന് തന്നെ ഇപ്പോൾ ഈ ഫ്ലോറിഡ OST ഈ പറഞ്ഞ HCO ഇനങ്ങളൊക്കെ ഇപ്പോൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കൂൺ കൃഷി എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അതിൽ നമ്മൾ അതിനകത്ത് എത്രമാത്രം താല്പര്യം എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നമ്മൾ അത് സംബന്ധിച്ച് എത്രമാത്രം അറിവ് നേടിയിട്ടുണ്ട് എന്നതിനനുസരിച്ചാണ് അതിൻ്റെ വിജയം ഉണ്ടാകുക. അപ്പോൾ ആർക്കും എപ്പോഴും കൂൺ കൃഷി ചെയ്യാം എന്ന തിയറി ഇവിടെ മാറുന്നില്ല. ആർക്കും ചെയ്യാം, പഠിക്കണം എന്ന് മാത്രം.